എല്ലാവർക്കും നമസ്കാരം. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് കേക്ക് ആണ് ഇന്ന് ചെയ്യുന്നത്. ക്യാരറ്റും ഡേറ്റ്സും കുറച്ച് നട്ട്സും ചേർത്തിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയുമാണ്, വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. ഇത് ബീറ്റർ ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓവൻ ഇല്ലാതെ ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 1 കപ്പ് മൈദ എടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടാണ് അരിച്ചെടുക്കേണ്ടത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 1/2 ടീസ്പൂൺ സിനമൺ അല്ലെങ്കിൽ പട്ട പൊടിച്ചത് ചേർക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഏലക്കയുടെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചതുകൊണ്ടാണ് ആ ഒരു കളറുള്ളത്. അപ്പോൾ 1/2 ടീസ്പൂണാണ് അത് എടുത്തിട്ടുള്ളത്. ഏലക്കപ്പൊടി മാത്രമാണെങ്കിൽ 1/4 ടീസ്പൂൺ എടുത്താൽ മതി. ഇനി ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം എല്ലായിടത്തേക്കും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമാണ് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുന്നത്. അരിക്കാതെ എടുക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. അരിച്ചെടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ഒന്നിലധികം ടൈം അരിച്ചെടുക്കുന്നത് നല്ലതാണ്. മിനിമം 1 തവണയെങ്കിലും അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. കേക്ക് തയ്യാറാക്കാനുള്ള കേക്ക് ടിൻ ആദ്യം ഒന്ന് എടുത്ത് വെക്കണം. ഇതിപ്പോൾ റൗണ്ടായിട്ടുള്ള കേക്ക് ടിന്നാണ്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്യുക. സൈഡ്സിലും നടുവിലും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. സൈഡിലും ബട്ടർ പേപ്പർ വെക്കണം, അതുപോലെ അടിയിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലും ചെറുതായിട്ടൊന്ന് എണ്ണ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരുപാട് എണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ആ ഒരു ബ്രഷ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ബേക്കിംഗ് ഷീറ്റ് ആയതുകൊണ്ടാണ് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചൊക്കെ വെക്കേണ്ടി വന്നത്. വലിയ നീളമുള്ള ബട്ടർ പേപ്പർ ആണെങ്കിൽ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. കേക്കൊന്ന് പൊന്തി കുറച്ച് ഹൈറ്റിൽ കിട്ടാനും അത് കറക്റ്റായിട്ട് ഷേപ്ഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മുകളിലേക്കൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. കേക്ക് തയ്യാറാക്കുന്നത് ബട്ടർ യൂസ് ചെയ്തിട്ടാണ്. സോൾട്ടഡ് ബട്ടർ എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ എടുക്കാം. 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നാട്ടിലൊക്കെ കിട്ടുന്ന അമുൽ മിൽക്കി മിസ്റ്റൊക്കെ പോലെയുള്ള ആ ഒരു 100 ഗ്രാമിൻ്റെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. എടുക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് ഒന്ന് എടുത്ത് പുറത്ത് വയ്ക്കണം. അപ്പോഴേക്കും ചെറുതായി ഒന്ന് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ഇലക്ട്രിക് ബീറ്റർ അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, ഒരു ഹാൻഡ് വിസ്കാണ്. ചെറുതായൊന്ന് സോഫ്റ്റായി വന്ന ബട്ടർ 1-2 തവണ ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഈ ഒരു ഇതിൽ കിട്ടും. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തപ്പോൾ ഏകദേശം 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പഞ്ചസാര പൗഡർ കിട്ടിയിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. ബട്ടറിൽ നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ആ ഒരു ടെക്സ്ചർ മാറി തുടങ്ങും. ഇനി അതിലേക്ക് ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് ഏകദേശം ഒരു 2-3 മിനിറ്റ് കൂടി ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ കറക്റ്റായിട്ട് നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും. പഞ്ചസാര പൊടിച്ചതും ബട്ടറും നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് മുട്ട ചേർക്കുമ്പോൾ ഒന്ന് പിരിഞ്ഞതുപോലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ആദ്യം ഉണ്ടാകുന്നത്. അത് പിന്നെയും ഒന്നങ്ങ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആ കൺസിസ്റ്റൻസി മാറി വരും. 1 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിൽ ആദ്യം ഒന്ന് ചൂടാക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റായി കളറ് മാറി വരുന്ന സമയത്ത്, ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ച് ഒന്നങ്ങ് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷമാണ് ഈ ഒരു
കാരമൽ സിറപ്പ് കിട്ടുന്നത്. ഈ കാരമൽ സിറപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. കേക്കിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചധികം കാരമൽ സിറപ്പ് തയ്യാറാക്കി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാം. നല്ലതുപോലെ ആറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. നമുക്കിതുപോലെ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും കുറച്ചായിട്ട് മാത്രം ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒരുപാട് ലൂസല്ല, ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും ഡേറ്റ്സും അതുപോലെ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇതൊരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തപ്പോൾ ഏകദേശം 1 കപ്പ് ഉണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. ചെറുതായി തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു മിക്സിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരുപാടങ്ങ് നമ്മളിങ്ങനെ കുത്തി ഇളക്കി ചെയ്യരുത്. നമ്മളെപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്യുക. ഇപ്പോൾ ക്ലോക്ക് വൈസ് ആണ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെ അത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു 10 ഡേറ്റ്സ് ചെറുതായൊന്ന് മുറിച്ചെടുത്തതാണ്. ഈന്തപ്പഴം കുരു കളഞ്ഞതിന് ശേഷം വളരെ ചെറുതായൊന്ന് മുറിച്ചെടുത്തത് ചേർക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് ഈന്തപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് ചെറുതായി മുറിച്ചതിന് ശേഷം 1/2 കപ്പാണുള്ളത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് കാഷ്യൂ നട്ട്സാണ് ചേർക്കുന്നത്. ഇതിന് പകരം പിസ്താഷ്യോ അല്ലെങ്കിൽ ബദാമോ വാൽനട്ട്സോ ഒക്കെ ചേർക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒന്നങ്ങ് ചോപ്പ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർക്കേണ്ട, ഏകദേശം ഒരു 1/2 കപ്പ് മാത്രം ചേർത്താൽ മതിയാവും. ഈ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഏറ്റവും നല്ലത് OTG ഓവൻ തന്നെയാണ്. 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഓവൻ ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 140 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഓവനിലല്ലാതെ കുക്കറിലോ അല്ലെങ്കിൽ ഒരു വലിയ കട്ടിയുള്ള പാത്രത്തിലോ വെച്ച് നമുക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിലും ആദ്യം 10 മിനിറ്റ് പാത്രം അല്ലെങ്കിൽ കുക്കർ നല്ലതുപോലെ ഹീറ്റ് ചെയ്യണം. പ്രീ ഹീറ്റ് ചെയ്യുക തന്നെ വേണം. ആ സമയം കൊണ്ട് ഈ ഒരു ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിൻ നേരത്തെ തയ്യാറാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. കേക്ക് ടിന്നിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് ലൂസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സ്പാറ്റിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി സാധാരണ നമ്മൾ ചോക്ലേറ്റ് കേക്കൊക്കെ ചെയ്യുന്നത് പോലെ തട്ടുമല്ല ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ സൈഡിലേക്കും ഒന്നങ്ങ് ചെറുതായിട്ട് വളരെ സ്ലോലി അനക്കി കൊടുക്കുക. ഈ ഒരു ബാറ്റർ എല്ലായിടത്തേക്കും യൂണിഫോം ആയിട്ടൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഇതങ്ങ് മാറ്റി വയ്ക്കുക. ഓവൻ പ്രീ ഹീറ്റായി വരുമ്പോൾ ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ബ്ലാക്ക് കറൻസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 140 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്യേണ്ടത്. 45 മിനിറ്റ് മുതൽ 55 മിനിറ്റ് വരെ കുക്കിംഗ് ടൈം എടുക്കും. ഇത് ബേക്ക് ചെയ്യാൻ അത്ര സമയം എടുക്കും. 55 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒരു സ്ക്യൂവർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും സമയം ചിലർക്ക്, എന്നാലും ഒരുപാടൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. മിക്കവാറും ഉള്ള എല്ലാ OTG ഓവൻസിലും ഒരു 55 മിനിറ്റിലൊക്കെ ഇത് കറക്റ്റായിട്ട് ബേക്കായി വരും. സ്ക്യൂവർ വെച്ച് ഓവനിൽ നിന്ന് എടുത്ത ശേഷം ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ പാർട്സ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വേവാനുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 45 മിനിറ്റൊക്കെ വെക്കുന്നവർ മാത്രം ചെയ്താൽ മതി. 55 മിനിറ്റിലൊക്കെ മിക്കവാറും ഈ കേക്ക് നന്നായി ബേക്കായി കിട്ടും. ഞാൻ ഒരുപാട് വട്ടം ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഈ ഒരു കേക്ക് എത്ര പെർഫെക്റ്റായി കിട്ടാനുള്ള കാരണം നമ്മൾ ബട്ടർ യൂസ് ചെയ്തതാണ്, അതുപോലെ ഓവൻ യൂസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഓവൻ അല്ലാതെ ചെയ്താൽ ഈ ഒരു ടെക്സ്ചറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. കളറൊക്കെ ഇത്രയും തന്നെ കിട്ടണം എന്ന് നിർബന്ധമില്ല. ഞാൻ ഓവനിൽ ആണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഓവൻ ഇല്ലാതെ ട്രൈ ചെയ്ത് ചിലപ്പോൾ കുറച്ച് കളർ വ്യത്യാസം ഉണ്ടാവും, അതുപോലെ ടെക്സ്ചറും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എന്നാലും ടേസ്റ്റൊക്കെ അടിപൊളിയായിരിക്കും. അതുപോലെ ബട്ടർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഓയിലോ അല്ലെങ്കിൽ മാർഗറൈനോ ഒക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ബട്ടറിൽ കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അതും അൺസോൾട്ടഡ് എടുക്കുന്നതാണ് നല്ലത്. ഓവനില്ലാതെ കുക്കറിലൊക്കെ ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാം.
മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 35 മുതൽ 45 മിനിറ്റൊക്കെ വരെ ഇത് തയ്യാറാവാൻ ടൈം എടുക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയൊരു ടെക്സ്ചർ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ടറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തന്നെ നന്നായി കിട്ടും. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.